ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ തുബ്ദൂർ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്ന അക്കയല്ലേ, അക്കേൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വളരെ ഒരു സ്ലോ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, അവർ 6 മണിയാകുമ്പം പാടത്തേക്ക് പോകും. പിന്നെ 10 മണിയാകുമ്പോൾ തിരിച്ചു വരും, ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. പിന്നെ വൈകിട്ട് വീണ്ടും പാടത്തേക്ക് പോകും, തിരിച്ചു വരും. ഒരു 8 മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങും. അങ്ങനെയാണ് കേട്ടോ. ഇത് ഈ പള്ളിയാണ് കേട്ടോ, ഈ ഗ്രാമത്തിലൊരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ എവിടെയും ബാത്റൂം ഇല്ലയെന്ന്. പിന്നെ ഇത് ഒരു സ്കൂളാണ് കേട്ടോ, 5 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒറ്റ വീടിനും ബാത്റൂം ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നമുക്ക് ചപ്പാത്തി, ചോറ്, ഉപ്പേരി, കറി, പപ്പടം അങ്ങനെയായിരുന്നു കേട്ടോ അന്നത്തെ ലഞ്ച്. പിന്നീട് നമ്മളത് ഇവരുടെ കൃഷിസ്ഥലം കാണാൻ പോയതാണ്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ കേട്ടോ ഈ ഊര് വിസിറ്റ് ചെയ്തത്. ഈ സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടെ ഇവർക്ക് കൃഷിയുള്ളത്. ഇവരുടെ മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാരുടെ കൃഷിയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വളരെ ഉള്ളിലുള്ളൊരു ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരുന്നു. അങ്ങനെ വേറെ ആൾക്കാരൊന്നുമില്ല, നമുക്ക് തോന്നിയ പോലെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെ അടിപൊളിയായിരുന്നു. സൂര്യകാന്തി മാത്രമല്ല, ചോളം ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ റീലിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരു പാടത്തുള്ളത് കുറേ പൂക്കളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോയപ്പോൾ ആണ് ഇത് കണ്ടത്. ഇതാണ് പരിപ്പ് കേട്ടോ, പരിപ്പിൻ്റെ ചെടിയാണിത്. അങ്ങനെ പരിപ്പ് കൃഷിയുണ്ട്, കുറേ സ്ഥലത്ത് പരിപ്പ് കൃഷിയുണ്ട്. പിന്നെ കോട്ടൺ ഉണ്ട്. കോട്ടൻ്റെ പിക്ക് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര നല്ല കാറ്റാണ്, പക്ഷെ നല്ല രസമാണ്. അടുത്ത കൃഷിസ്ഥലത്തെത്തി. ഇതാണ് കമ്പം. ഇതൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ പോയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഇവിടെയും കുറേ നേരം ചുറ്റി തിരിഞ്ഞ് കളിച്ചു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ നേരിട്ട് കാണുന്നത്. ഇങ്ങനെ ഈ ഒരു ചോളത്തിൻ്റെ കമ്പത്തിൻ്റെ ഒക്കെ ഒരു പാടം അങ്ങനെയൊക്കെ. ഇതങ്ങോട്ട് നോക്ക്, ഈ കാഴ്ചയൊന്നും നമ്മളെ നാട്ടിൽ കാണുകയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക്, നമ്മളെ നാട്ടിലേക്കല്ല, ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അത്രയും